മറ്റൊരിക്കൽ രാജു ഒപ്പിച്ച കുസൃതിയിൽ പണി കിട്ടിയത് അവനിട്ട് തന്നെയായിരുന്നു. ആനയെ ഒരിടത്ത് നിർത്തിയ ശേഷം പാപ്പാൻ ഒന്ന് മാറിയതേയുള്ളൂ. ആന നോക്കിയപ്പോൾ മുന്നിൽ നല്ല ഒരു കൃഷിയിടം. പണ്ടൊരു മരച്ചീനിത്തോട്ടം കുത്തിമറിച്ച് അപ്പാടെ വെട്ടിയടിച്ചതുപോലെ ഇക്കുറിയും മൂടോടെ തന്നെ അവൻ മണമണാ വെട്ടിയടിച്ചു. പക്ഷേ ഒരു കുഴപ്പം, ഇത്തിരി കഴിഞ്ഞപ്പോൾ നാവിലും വായിലുമെല്ലാം ഒരു പന്തികേട്, ഒരു എരിച്ചിലും പൊരിച്ചിലും. പാവം രാജപുലികേശി വലിച്ചടിച്ചത് അത്രയും നല്ല ഒന്നാന്തരം ചൊറിയൻ ചേന തന്നെ. പോരെ പൂരം. ആന തല കുടഞ്ഞ് തുപ്പി തോപ്പിക്കാമെന്ന് വെച്ചാലും ചേനയുടെ ചൊറിച്ചിൽ വിടുമോ? അകവും പുറവും ചൊറിഞ്ഞറിഞ്ഞ് രാജു അങ്ങനെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ എരിപൊരി സഞ്ചാരം കൊണ്ട് നിൽക്കുമ്പോഴാണ് 4-5 ഓല വെട്ടിയിട്ടുണ്ട്, വേണേ വലിച്ചോണ്ടിട്ട് തിന്നടാ എന്ന ധാർഷ്ട്യവുമായി പാപ്പാൻ്റെ വരവ്. കയ്യിൽ തടഞ്ഞ ചേനത്തൻ്റെ അടുത്ത് പാപ്പാനിട്ട് കൊടുത്തൊരേറ്. ഇതെന്ത് മറിമായം! അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്നിരുന്ന ആനയെ അല്ലല്ലോ ഇപ്പം കാണുന്നത് എന്ന അന്താളിപ്പോടെ പാവം പാപ്പാൻ ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുമ്പോൾ ദാ വരുന്നു വായുവിലൂടെ മൂളിപ്പറന്നുകൊണ്ട് ചേനത്തണ്ടുകൾ ഒന്നൊന്നായി പിന്നെയും പിന്നാലെ. കാട്ടിൽ കിടന്നിരുന്ന തങ്ങളെയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഈ പെടാപ്പാട് മുഴുവൻ പെടുത്തുന്നത് ഈ മനുഷ്യരല്ലേ? അവർക്ക് ദല്ലാൾപ്പണി ചെയ്യുന്നതോ പാപ്പാന്മാർ? വേറെ എന്തൊക്കെ ഉപജീവനമാർഗം ഈ ലോകത്തുണ്ടെങ്കിലും ഇവന്മാർ ആനപ്പണി എന്ന ഏടാകൂടത്തിനല്ലാതെ മറ്റെന്തെങ്കിലും വഴി നോക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്കും ഇരിക്കട്ടെ കിട്ടുന്നതിൽ പങ്കിത്തിരി. അങ്ങനെ ആവാം തൃക്കടവൂർ രാജു അന്നൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവുക. അതെ, കളിയും വികൃതിയും ഒരു വശമാണെങ്കിൽ രാജു എന്ന കുതിരപ്പവന് മറ്റൊരു വശം കൂടിയുണ്ട്. പെട്ടെന്നൊന്നും ഒരു പാപ്പാനെയും വകവെച്ചു കൊടുക്കില്ലാത്ത മനസ്സിൻ്റെ ഒരു മറുപുറം. ഇപ്പോൾ രാജുവിൻ്റെ വഴികാട്ടിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ നായർ മാത്രമാവാം ഇതിനൊരപവാദം. പക്ഷേ ഈ സ്വന്തം പാപ്പാൻ മാറി നിൽക്കേണ്ടി വന്ന കാലത്ത് വടിയും തോട്ടിയും എടുത്ത് പണി പഠിപ്പിക്കാൻ വന്ന അധികം പേർക്കും പണി മാറ്റിക്കൊടുത്ത പാരമ്പര്യവും രാജുവിനുണ്ട്. അതെ, ആനപ്പാപ്പാന്മാർക്ക് പ്രൊമോഷൻ നൽകുന്ന ഒരാന, അഥവാ ഉന്നതങ്ങളിലൊന്നും പിടിക്കാതെ തന്നെ തസ്തിക മാറ്റം തരപ്പെടുത്തി കൊടുക്കുന്ന ഒരാന എന്ന പേരും രാജുവിന് സ്വന്തമാണ്. ആനപ്പണി എടുക്കാൻ വയ്യാതായാൽ പിന്നെ നിരുപദ്രവകരമായ വേറെ എന്തെങ്കിലും തസ്തികയിലേക്ക് മാറുക എന്നതല്ലാതെ പാവം പാപ്പാന്മാർക്ക് മറ്റെന്ത് നിവർത്തി? ഗോപാലകൃഷ്ണൻ നായർ പോയ ശേഷം വന്ന മുരളിയാണ് ഇതിനാദ്യം വിധേയനാവുന്നത്. അമ്പലത്തിന് പിറകുവശത്ത് വച്ച് രാജു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ എന്തോ കാരണത്തിൻ്റെ പേരിൽ ഒരടി കൊടുത്തതാണെന്ന് പറയുന്നു. അപ്പോഴേ തട്ടിയിട്ട് കുത്തി. കഷ്ടിച്ച് രക്ഷപ്പെട്ട മുരളി പിന്നീട് ഈ പണിക്ക് വയ്യാതെ ദേവസ്വം ബോർഡിലെ പ്യൂൺ പോസ്റ്റിലേക്ക് മാറി. പിന്നെയും കുറേ കഴിഞ്ഞായിരുന്നു ശിവൻകുട്ടി എന്ന പാപ്പാൻ്റെ നേർക്കുള്ള അംഗം. പൂതക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള നീരാവിൽ കടവിനടുത്ത് വെച്ചായിരുന്നു ശിവൻകുട്ടിയുടെ നേർക്കുള്ള കലിയാട്ടം. വഴി നടത്തത്തിനിടയിൽ പെട്ടെന്നായിരുന്നു നിറം മാറ്റം. കുത്തുകിട്ടിയത് കാലിൽ തന്നെ. അടുത്ത കുത്തിനായുന്നതിനിടയിൽ അടുത്തുള്ള കുളപ്പടവിലേക്ക് ഉരുണ്ടുമാറാനായത് ആയുസ്സിൻ്റെ ബലം കൊണ്ട് മാത്രം. ആനയും ഒപ്പം ചാടിയിറങ്ങി കുളത്തിന് ചുറ്റും പാഞ്ഞുവെങ്കിലും പായലിൻ്റെയും പൊന്തയുടെയും മറവിൽ ഒളിച്ചിരുന്ന് ജീവൻ രക്ഷിച്ചു. ശിവരാജുവിൻ്റെ കഥകൾ ഇവിടെ തീരുന്നില്ല, തുടരുകയാണ്.